മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സിപിഐഎം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകില്ലെന്നാണ് വിമർശനം. പി.വി. അൻവറിന്റെ ആരോപണങ്ങളും സജീവമായി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തു. അൻവറിന്റെ ആരോപണം അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ആർ ശ്രീജിത്ത്. പി.വി. അൻവർ തുറന്നുവിട്ട കാര്യങ്ങൾ അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സജീവ ചർച്ചയാവുകയാണോ? സുജിയ, ഈ മാസം 1 മുതലാണ് CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും സജീവമായി ചർച്ചയാകുന്നത് പി.വി. അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ്. പോലീസിലെ ഉന്നതർക്കെതിരെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തിയ വിമർശനങ്ങളെല്ലാം തന്നെ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയാണ്. ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് വലിയ ചർച്ചയായി ഇത് മാറുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ CPIM നയിക്കുന്ന സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സാധാരണ പാർട്ടി അംഗങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അത്രയ്ക്ക് കുത്തഴിഞ്ഞ പ്രവർത്തനമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന അഭിപ്രായവും പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പങ്കുവെക്കുന്നുണ്ട്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെയും ഉയരുന്ന മറ്റൊരഭിപ്രായം ഈ പി.വി. അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ഇതേപ്പറ്റി പാർട്ടി സംഘടനാ തലത്തിലും വളരെ ഗൗരവമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് CPIMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് 2 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടി അംഗങ്ങളുടെ ബഹിഷ്കരണം മൂലം നടക്കാത്ത സ്ഥിതിയുണ്ട്. ചെമ്പരത്തി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബംഗ്ലാവ് ബ്രാഞ്ചിൻ്റെ സമ്മേളനം ഈ മാസം 2-ന് നടക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ബ്രാഞ്ചിലെ ഒരംഗങ്ങളും ഈ ബ്രാഞ്ച് സെക്രട്ടറി ഒഴികെ ആരും സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയില്ല. അവർ പൂർണ്ണമായും ബഹിഷ്കരിച്ചു. ഏരിയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെതിരെ അംഗങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ചത്.